Hi students, so welcome to our session. സോ ഈ ഒരു വീഡിയോയില് നമ്മൾ NGO മാനേജ്മെന്റ് എന്നുള്ള സബ്ജക്റ്റിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈ ഒരു സബ്ജക്റ്റില് നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കുന്നത്, സോ എത്ര ബ്ലോക്സ് ആണ്, ഓരോ ബ്ലോക്സിലും എത്ര യൂണിറ്റ്സ് ഉണ്ട്, ആ ഓരോ യൂണിറ്റ്സിലും ഏതെല്ലാം ടോപ്പിക്സ് ആണ് നിങ്ങൾ കവർ ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു സബ്ജക്റ്റിന്റെ ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. സോ ജസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാനായിട്ട് അതിന്റെ ആ മെയിൻ യൂണിറ്റ്സ് ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ ആ ഒരു സബ്ജക്റ്റിലൂടെ നിങ്ങൾ ഏതെല്ലാം യൂണിറ്റ്സിലൂടെയൊക്കെ കടന്നു പോകും, എന്തൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ആ ഒരു കോഴ്സ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നോക്കാം. അതായത് ഇത് ബ്ലോക്സ് ആണ്, അതായത് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് 3 ബ്ലോക്സ് ആണ് വരുന്നത്. സോ ആ ഒരു 3 ബ്ലോക്സിലും യൂണിറ്റ്സ് ഉണ്ട്, അതായത് ടോട്ടൽ ആയിട്ട് 11 യൂണിറ്റ്സ് ആണ് വരുന്നത്. സോ ആ ഒരു ഓരോ യൂണിറ്റ്സിലും ആദ്യത്തെ കുറച്ച് യൂണിറ്റ്സിൽ ഈ ഒരു സബ്ജക്റ്റിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്, അതായത് എന്താണ് NGO, അതിന്റെ കുറച്ച് ടേംസും കോൺസെപ്റ്റ്സും അതിന്റെ മീനിങ്ങും ഡെഫിനേഷൻസും അങ്ങനെയുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യത്തെ ബ്ലോക്കിലെ വരുന്ന യൂണിറ്റ്സിൽ വരുന്നത്. ദെൻ സെക്കൻഡ് ബ്ലോക്കിൽ വരുന്ന യൂണിറ്റ്സില് ഇതിന്റെ വർക്കിംഗ് ഒക്കെയാണ് പറയുന്നത്. അതായത് മെയിൻ ആയിട്ട് എങ്ങനെയൊക്കെ ആയിരിക്കും ഈ NGO പ്രവർത്തിക്കുന്നത്, അതിന് വരുന്ന ഇഷ്യൂസ് ഒക്കെ വരാം, ചാലഞ്ചസ് ഒക്കെ വരാം, അതൊക്കെ എങ്ങനെ ഫേസ് ചെയ്യാം, അതൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാം, അങ്ങനെയുള്ള കുറച്ച് യൂണിറ്റ്സ് ഒക്കെയാണ് ബ്ലോക്ക് 2 വരുന്നത്. ദെൻ ബ്ലോക്ക് 3 എത്തുമ്പോൾ അതിനുശേഷം അതെല്ലാം ഓവർകം ചെയ്ത് എങ്ങനെ എഫക്റ്റീവായിട്ട് ഈ NGOന്റെ പ്രവർത്തനം കൊണ്ടുപോകാം, കുറച്ച് കമ്മ്യൂണിക്കേഷന്റെ കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അതായത് ഇന്നത്തെ ന്യൂ ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് NGO മാനേജ്മെന്റിൽ എങ്ങനെ നന്നായി ആ ഒരു കാര്യങ്ങളെല്ലാം നടത്താൻ പറ്റും ആ NGOസിന്റെ പ്രവർത്തനങ്ങളിൽ. ഓക്കെ, NGO എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. സോ അതിന്റെ എല്ലാം ആ ഒരു വർക്കിംഗ് ഒക്കെ എങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മൾ ആ ഒരു 3rd ബ്ലോക്കിലുള്ള യൂണിറ്റ്സിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ആ ഒരു മെയിൻ ആയിട്ടുള്ള ഈ ഒരു ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് ഇനി ഓരോ യൂണിറ്റിലേക്ക് പോകും തോറും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ ഓരോന്നിന്റെയും ഡീറ്റെയിൽസ് നമ്മൾ നോക്കാം. സോ ഒരു കോഴ്സ് സ്ട്രക്ചർ റോഡ് മാപ്പ് ഉണ്ട്, അതായത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിലൂടെ നമ്മൾ മൂവ് ചെയ്യുന്നത് എന്നാണ്. അതായത് ആദ്യത്തെ ഞാൻ പറഞ്ഞ പോലെ ബ്ലോക്ക് 1 പറയുന്നത് കോൺസെപ്റ്റ്സ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് NGO ആണ്. അതായത് NGO എന്ന് പറയുന്നതിന്റെ ഡെഫിനേഷൻസും അതിന്റെ കോൺസെപ്റ്റ് എന്താ, ഫംഗ്ഷൻസ് ഓഫ് NGO എന്താ, അങ്ങനെയുള്ള ടൈപ്സ് ഓഫ് NGO, അങ്ങനെയുള്ള മെയിൻ ആയിട്ട് നിങ്ങൾക്ക് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത് എന്താണ് എന്നും അതിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസും കാര്യങ്ങളൊക്കെ ആ ഒരു ബ്ലോക്കിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ദെൻ ബ്ലോക്ക് 2 വരുമ്പോൾ അത് സ്ട്രാറ്റജി ആൻഡ് പ്ലാനിങ് ആണ് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ആ ഒരു പ്ലാനിങ് ഒക്കെ എങ്ങനെ നല്ല രീതിയിൽ ചെയ്യാം, അതെല്ലാം ഓവർകം ചെയ്യാനായിട്ട് ഏതെല്ലാം നല്ല രീതിയിലുള്ള ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള പ്ലാനിങ് പ്രോസസ് ഒക്കെ എന്താണ്, കുറച്ച് സ്ട്രാറ്റജിക് ആയിട്ടുള്ള മാനേജ്മെന്റ് ടെക്നിക്സ് ഒക്കെ വേണ്ടി വന്നേക്കാം. സോ അതൊക്കെ എങ്ങനെയാണ് നമുക്ക് അതിലൂടെ NGOന്റെ ആ ഒരു വർക്കിംഗ് നന്നായി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദെൻ ബ്ലോക്ക് 3 നോക്കുമ്പോൾ അതിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഒക്കെയാണ് വരുന്നത്. സോ ആദ്യത്തെ ബ്ലോക്കിൽ 1 to 4 ആണ് ചാപ്റ്റേഴ്സ് വരുന്നത്, സെക്കൻഡ് ബ്ലോക്കിൽ 5 to 7ഉം, 3rd ബ്ലോക്ക് അതായത് ലാസ്റ്റ് ബ്ലോക്കിൽ നമ്മുടെ 8 to 11 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. ചെറിയൊരു സബ്ജക്റ്റ് ആണ്. അതുപോലെ തന്നെ ചാപ്റ്റേഴ്സ് ഈ ഓരോ യൂണിറ്റ്സും ചെറിയ ചെറിയ യൂണിറ്റ് ആണ്, പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ നിങ്ങൾ പഠിക്കുന്നത്. നന്നായി മനസ്സിലാക്കി പഠിച്ചാൽ എളുപ്പമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് 3rd ബ്ലോക്കിൽ വരുന്ന കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് പറയുമ്പോൾ, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അല്ലെ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കമ്മ്യൂണിക്കേഷന്റെ ഇമ്പോർട്ടൻസ്. ഏതൊരു ഫീൽഡിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു NGOന്റെ കാര്യത്തിൽ വരുമ്പോഴും കമ്മ്യൂണിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ആ NGOന്റെ പ്രവർത്തനങ്ങൾ എല്ലാവരിലും എത്തിക്കാനും വിതിൻ ദ ഓർഗനൈസേഷനിൽ ആ NGOന്റെ ആ ഒരു പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കാനും ഒക്കെ കമ്മ്യൂണിക്കേഷൻ അത്യാവശ്യമാണ്. സോ ഇന്നത്തെ കാലത്ത് പുതിയ ടെക്നോളജീസ് ഒക്കെ ഉണ്ട്, AI ആണ് അല്ലെ. സോ അതിന്റെ എല്ലാം ഹെൽപ്പിലൂടെ നമുക്ക് എങ്ങനെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ഒക്കെ കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്തിട്ട് എല്ലാവരിലും എത്തിച്ച് ആ ഒരു NGOന്റെ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷന്റെ ഫംഗ്ഷൻസിലൂടെ നമ്മുടെ സൊസൈറ്റിയുടെ അപ്ലിഫ്റ്റ്മെന്റ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. NGOs എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മുടെ സൊസൈറ്റിനെ സെർവ് ചെയ്തിട്ട് പോവർട്ടി എല്ലാം ഇറാഡിക്കേറ്റ് ചെയ്തിട്ട് എല്ലാവരും, കുട്ടികളുടെ ആണെങ്കിലും സ്ത്രീകളുടെ ആണെങ്കിലും മറ്റുള്ള ഹെൽത്ത് വൈസ് ആണെങ്കിലും ഏത് തരത്തിലാണെങ്കിലും കുറച്ച് സൊസൈറ്റി നല്ല രീതിയിലേക്ക് ആക്കാം എന്നുള്ള ഒരു സർവീസ് മൈൻഡോട് കൂടിയിട്ടുള്ള പ്രോഫിറ്റ് ആഗ്രഹിക്കാത്ത സ്ഥാപനങ്ങളാണ് NGOs അല്ലെ. സോ അതിന്റെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം അതിനെ നല്ല രീതിയിലേക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതെല്ലാം നമ്മൾ ബ്ലോക്ക് 3 പഠിക്കുന്നുണ്ട്. സോ NGO മാനേജ്മെന്റിൽ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഈ 3 ബ്ലോക്കുകളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു സബ്ജക്റ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്.
സോ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ യൂണിറ്റിലേക്കും പോവാം. സോ ആദ്യത്തെ ബ്ലോക്കിലെ കോൺസെപ്റ്റ്സ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് NGO എന്ന് പറയുന്നതിന്റെ നമ്മുടെ യൂണിറ്റ് 1 ആണ് NGO ആൻഡ് ഇൻട്രൊഡക്ഷൻ. സോ അതൊന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇതിൽ നമുക്ക് ഈ NGO നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ എന്താണ്, വാട്ട് ഈസ് ആൻ NGO, അതിന്റെ കുറച്ച് ഡെഫിനീഷൻസും, അതേപോലെ തന്നെ NGO എന്ന് പറയുമ്പോൾ എന്താ, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ് അല്ലെ. പക്ഷെ അതിന് ഗവൺമെന്റിന്റെ റെക്കഗ്നിഷൻ ഇല്ലാതെ പറ്റില്ല. ഏതെങ്കിലും രീതിയിൽ അതിന് ഒരു ഗവൺമെന്റ് റെക്കഗ്നിഷൻ ഉണ്ടാവുന്നുണ്ട്. അല്ലാതെ പെട്ടെന്ന് ഒരു സ്ഥാപനത്തിന് ഒരു രാജ്യത്ത് പ്രവർത്തിക്കാനായിട്ട് പറ്റില്ല. സോ അതിന്റെ ഒരു ഗവൺമെന്റ് റെക്കഗ്നിഷൻ ഒക്കെ എങ്ങനെയാണ് വരുന്നത്, അതിന് കുറച്ച് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അതായത് പണ്ട് മുതലുള്ള ആ ഒരു ഇൻഡിപെൻഡൻസ് പീരീഡ് തൊട്ടുള്ളത്, ഓക്കെ, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരീഡ് തൊട്ട് എങ്ങനെയാണ് ഈ NGOs ഒക്കെ വന്നത് ഗവൺമെന്റിന്റെ അംഗീകാരത്തോടെ, എന്നാൽ നോൺ ഗവൺമെന്റൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ. സോ അതെല്ലാം നിങ്ങൾക്ക് ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കും. ദെൻ കൈൻഡ്സ് ഓഫ് NGOs ഉണ്ട്, പല രീതിയിലുള്ള NGOs എന്തൊക്കെയാണ് എന്ന് നമ്മൾ പഠിക്കും. അതായത് ഓരോരോ ഫീൽഡിൽ ഇവര് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അതിനനുസരിച്ചാണ് ഇതിനെ ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഓരോ മേഖലയിലും സപ്പോർട്ട് കൊടുക്കുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച്, ചിലവർ ഡയറക്റ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെ ആയിരിക്കും പബ്ലിക്കിനെ സെർവ് ചെയ്യുന്നത്. ചിലവര് എന്താണ് റൂൾസും റെഗുലേഷൻസ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ പല രീതിയിലുള്ള NGOs ഉണ്ട്. അതെല്ലാം നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. പിന്നെ അതിന്റെ വർക്കിംഗ് ഓഫ് NGO എങ്ങനെയാണ് എന്നുള്ളതും ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നുണ്ട്. സോ ഇതിന്റെ ഡെഫിനീഷനും ഗവൺമെന്റിന്റെ റെക്കഗ്നിഷനും ആ കൈൻഡ്സ് ഓഫ് NGOയും വർക്കിംഗ് ഓഫ് NGO, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഫസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഓരോ യൂണിറ്റ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ കിട്ടുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഇത് ജസ്റ്റ് നിങ്ങൾ ഓരോ യൂണിറ്റിലും എന്തൊക്കെ പഠിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നതാണ്. ഇനി നമുക്ക് സെക്കൻഡ് യൂണിറ്റിലേക്ക് പോവാം. ദാറ്റ് ഈസ് സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് NGO എൻവയോൺമെന്റ് ആണ്. സോ നമ്മൾക്ക് NGO എന്താണെന്നും അതിന്റെ കോൺസെപ്റ്റ്സ് എന്താണെന്നൊക്കെ മനസ്സിലായി അല്ലെ. സോ ഇനി NGO എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ ഈ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ പ്രവർത്തിക്കുന്നത് ഒരു എൻവയോൺമെന്റിലാണ് അല്ലെ. അതായത് സോഷ്യൽ, പൊളിറ്റിക്കൽ, ടെക്നോളജിക്കൽ, അങ്ങനെ പല രീതിയിലുള്ള ഫാക്ടേഴ്സ് എഫക്ട് ചെയ്യുന്ന ഒരു എൻവയോൺമെന്റിലാണ് ഈ NGO പ്രവർത്തിക്കുന്നത്. സോ ഇതെല്ലാം തന്നെയാണ് NGOന്റെ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. സോ അതിന്റെ ആ ഒരു കോൺസ്റ്റിറ്റ്യുവൻസും ഇമ്പാക്ട്സും അതുപോലെ തന്നെ ത്രെഡ്സും ഓപ്പർച്യൂണിറ്റീസും നമ്മുടെ ഈ എൻവയോൺമെന്റ് തന്നെയാണ് നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം തരുന്നത്. സോ ഇതെല്ലാം ഫേസ് ചെയ്തിട്ട് വേണം ഒരു NGOനെ അവിടെ സർവൈവ് ചെയ്യാൻ. അതേപോലെ തന്നെ നമ്മുടെ ത്രെഡ്സ് എന്താ, ഓപ്പർച്യൂണിറ്റീസ് എന്താ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനും അല്ലെ. അതെല്ലാം നമ്മൾ ചെയ്തിട്ടാണ് ത്രെഡ്സ് ഒക്കെ അതൊക്കെ ഓവർകം ചെയ്യണം. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓവർകം ചെയ്യുന്നു. പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഒരു ഓർഗനൈസേഷൻ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ. സോ ഇതിൽ നമ്മൾ എൻവയോൺമെന്റൽ ത്രെഡ്സും ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എന്താണെന്നും അതിന്റെ കുറച്ച് ഡെഫിനേഷൻസ് ഒക്കെ ഈ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ NGOന്റെ എൻവയോൺമെന്റ്, ഏതൊക്കെ തരത്തിലുള്ള എൻവയോൺമെന്റ് ആണ് നമ്മുടെ NGOനെ ബാധിക്കുന്നത്, അത് എല്ലാ തരത്തിലുള്ള എൻവയോൺമെന്റും വരും അല്ലേ. അതായത് ഒരു സ്ഥാപനം ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിൽ, നമ്മുടെ രാജ്യത്ത് ഒരു സ്ഥാപനം നിൽക്കുകയാണെങ്കിൽ അതിനെ ബാധിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഉണ്ട്. അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ ഫാക്ടേഴ്സ് ആവാം, പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആവാം അല്ലെ, നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാവാം അല്ലെ. അതായത് ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങളാവാം. ഇപ്പൊ വാർ ഒക്കെ നടക്കുന്നുണ്ട് അല്ലെ. സോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അതിനെ ബാധിക്കാം. അതേപോലെ തന്നെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനെ ബാധിക്കാം. സോ അങ്ങനെ ടോട്ടൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉള്ള ഒരു എൻവയോൺമെന്റിലാണ് NGO പ്രവർത്തിക്കുന്നത്. സോ അതിന്ന് തന്നെ നമുക്ക് വേണ്ടത് എന്താ, അത് നമുക്ക് നമ്മളിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട്സും ആ ഒരു ത്രെഡ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഓപ്പർച്യൂണിറ്റി നമ്മൾ വേണ്ട പോലെ യൂട്ടിലൈസും ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുന്നുള്ളൂ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ സെക്കൻഡ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇഷ്യൂസ് ഇൻ NGO മാനേജ്മെന്റ് ആണ്. സോ നമ്മൾ എൻവയോൺമെന്റ് സ്റ്റഡി ചെയ്തു അല്ലെ. സോ സെക്കൻഡ് യൂണിറ്റിൽ. അപ്പൊ തേർഡ് യൂണിറ്റിൽ ഇനി നമുക്ക് അതിന്നൊക്കെ നമുക്ക് എന്തൊക്കെ ഇഷ്യൂസ് ആണ് ഈ NGOന് ഫേസ് ചെയ്യേണ്ടി വരുന്നത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനാണ് ഈ തേർഡ് യൂണിറ്റ്. അതായത് നമ്മുടെ NGOന് ഫേസ് ചെയ്യേണ്ടി വരുന്ന എക്സ്പ്ലോയിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഇതിന്റെ മെയിൻ ആയിട്ടുള്ള മീനിങ് എന്താ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പിന്നെ എക്സ്പ്ലോയിറ്റേഷൻസ് ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. വൾണറബിൾ ആയിട്ടുള്ള ഒരു മേഖലയാണ് അല്ലെ. അതായത് പെട്ടെന്ന് എന്താ പറയാ, ഒരു പെട്ടെന്ന് തെറ്റിപ്പോവാനുള്ള ഒരു സാഹചര്യം ഈ ഒരു NGOയിൽ വരുന്നുണ്ട്. അതായത് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു ചാരിറ്റി പോലെയാണ് അല്ലെ. അതായത് പബ്ലിക്കിനെ സെർവ് ചെയ്യുന്ന പോലെയുള്ള ഒരു സ്ഥാപനമാണ്. സോ അതിന്റെ മറവിൽ ഒരുപാട് തെറ്റായിട്ടുള്ള രീതിയിലുള്ള അല്ലെ ഫേക്ക് ആയിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെയാണ് ഈ എക്സ്പ്ലോയിറ്റേഷനിലും വൾണറബിലിറ്റിയിലും ഒക്കെ വരുന്നത്. അതായത് കുറച്ച് വീക്ക് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ NGOs എന്ന് പറയുന്നത്. അതായത് പെട്ടെന്ന് അതിനെ മിസ്ലീഡ് ചെയ്ത് അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള സ്ഥാപനങ്ങളിലെ മറവിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ പവർലെസ്നെസ്, അതായത് ഫണ്ട് ബേസ്ഡ് ആണ് അല്ലെ. അതായത് ഇതിനെല്ലാം ഒരു ഡോണർ ഉണ്ടാവും. അതായത് ഈ ചാരിറ്റി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള NGOs എന്ന് പറയുന്നത് അവരുടെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ഫണ്ട് കൊടുക്കുന്നവരാണ്.
അതിന്റെ കുറവ് വരുമ്പോൾ അതിനൊരു പവർലെസ്നെസ് ഫേസ് ചെയ്യേണ്ടി വരും. പിന്നെ പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്തിട്ട് ഡെവലപ്മെന്റ് കൊണ്ടുവരിക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഇവരുടെ ഉദ്ദേശം. സോ ഇതിലൊക്കെ ഇവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഇഷ്യൂസ് എല്ലാമാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ പോവർട്ടി വരുമ്പോൾ അതിന്റെ എക്സ്പ്ലോയിറ്റേഷൻസ് ഉണ്ടാവാം, പോവർട്ടി ആൻഡ് വൾണറബിലിറ്റി, പോവർട്ടി ആൻഡ് പവർലെസ്നെസ്, ഇതെല്ലാം അതിൽ വരുന്നത്. അതായത് ദാരിദ്ര്യം മാറ്റുന്നതിലൂടെ ആ ഒരു സമയത്ത് ഇവർക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഇഷ്യൂസ് ആണ് കൂടുതലായിട്ടും ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇഷ്യൂസ് എല്ലാം മാറ്റിയിട്ട് എങ്ങനെ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള വേയിൽ ഈ എൻജിഒസിനെ കൊണ്ടുപോവാം എന്നുള്ള വഴികൾ നമ്മൾ ലാസ്റ്റ് ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി യൂണിറ്റ് 4 എന്ന് പറയുന്നത് പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ആണ്. സോ നമ്മൾ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി അടുത്തത് ഈ ഒരു എൻജിഒസിന് ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രോബ്ലംസ് ഒക്കെ എന്താണെന്നാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആ എൻവയോൺമെന്റിൽ വരുന്ന ആ ഒരു പ്രോബ്ലംസ് എന്താണെന്ന് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുന്നു. അതുപോലെ തന്നെ ആ ഒരു പ്രോബ്ലംസ് ഓഫ് എൻജിഒസ് എന്താ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. നേരത്തെ പറഞ്ഞ പോലെ എൻവയോൺമെന്റൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആവാം, ഏത് രീതിയിലുള്ള ഫാക്ടേഴ്സും ആവാം. പിന്നെ ആ ഒരു എഫേർട്ടിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള വഴികൾ, അതായത് പ്രോബ്ലം കണ്ടുപിടിച്ചാൽ അത് പ്രോബ്ലം നമ്മൾ വെച്ചോണ്ടിരിക്കരുത് അല്ലെ, അതിനെ മാറ്റി അത് സ്ട്രെങ്തൻ ചെയ്യാനുള്ള വഴികളെല്ലാം, അതായത് നല്ല രീതിയിലേക്ക് ആക്കാനുള്ള വഴികൾ നമ്മൾ നോക്കണം. അതുപോലെ തന്നെ പീപ്പിൾസിനെയൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുക. അതുപോലെ ഗവൺമെന്റ്സ്, ഇനി നോൺ ഗവൺമെന്റൽ ആണെങ്കിലും അത് മിസ്ലീഡ് ചെയ്ത് പോവാതെ നല്ല രീതിയിലുള്ള ഒരു ഗവർണൻസ് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഗവർണൻസ് മാനേജ്മെന്റ് ഒക്കെ നല്ല രീതിയിലാവണം. അതുപോലെ തന്നെ ഗുഡ് ഗവേണൻസ്, അത് മെയിൻ സെയിം കാര്യം തന്നെയാണ് പറയുന്നത്. നോൺ ഗവൺമെന്റൽ ആവുമ്പോൾ തന്നെ ഒരുപാട് ഞാൻ പറഞ്ഞ പോലെ ആ എക്സ്പ്ലോയിറ്റേഷനും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു കൺട്രോളിങ് വരുന്ന രീതിയിൽ ഒരു ഗവർണൻസ് അതിന് ഉറപ്പായിട്ടും ഉണ്ടാവണം. അല്ലെങ്കിൽ അത് തെറ്റായ രീതിയിൽ ഈ എൻജിഒന്റെ പ്രവർത്തനം മാറാനും ചാൻസ് ഉണ്ട്. എന്നുവെച്ചാൽ ഫണ്ട് ബേസ്ഡ് ആണ്, പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യാണ്, പബ്ലിക്കിനെ സെർവ് ചെയ്യാണ്, ഇതെല്ലാം തെറ്റായ രീതിയിൽ ചെയ്തു പോകാനുള്ള ചാൻസും ഇന്നത്തെ കാലത്ത് കൂടുതലാണ്. സോ ഒരു ഗുഡ് ഗവേണൻസ് ആൻഡ് മാനേജ്മെന്റ് അതിന് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എത്തിക്കൽ ആയിട്ടുള്ള ചാലഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. അതെല്ലാം നല്ല രീതിയിൽ എത്തിക്കലായിട്ട് മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂ. സോ ലീഡർഷിപ്പ് വരുന്നുണ്ട്. അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു ലീഡർഷിപ്പ് വിത്ത് വാല്യൂസ് എന്താണെങ്കിലും ഈ എൻജിഒന് ആവശ്യമാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പ്രോബ്ലംസ് എന്തുണ്ടെങ്കിലും ആ പ്രോബ്ലംസ് എല്ലാം ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ രീതിയിൽ നല്ല ഗവേണൻസും നല്ല ലീഡർഷിപ്പും എല്ലാം കൊണ്ടുവരാനായിട്ട് നമ്മൾ നോക്കണം. സോ അതൊക്കെ എങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെ ഈ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ നമ്മുടെ ബ്ലോക്ക് 1ലെ 4 മെയിൻ യൂണിറ്റ് ആണ് ഇത്ര നേരം നമ്മൾ പറഞ്ഞത്. ഇനി ബ്ലോക്ക് 2ൽ വരുന്ന 5th യൂണിറ്റ് ആണ് എലമെന്റ്സ് ഓഫ് സ്ട്രാറ്റജി. സോ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ എന്താണ് എന്നും അതിനെ ഫേസ് ചെയ്യേണ്ടി വരുന്ന കുറച്ച് പ്രശ്നങ്ങൾ എന്താന്നുള്ളതൊക്കെയാണ് നോക്കുന്നത്. ഇനി ബ്ലോക്ക് 2 വരുമ്പോൾ അതിലൊരു സ്ട്രാറ്റജി പ്ലാനിങ്, ഇതെല്ലാം എങ്ങനെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് വരുന്നത്. സോ എലമെന്റ്സ് ഓഫ് സ്ട്രാറ്റജി ആണ് അതിൽ വരുന്നത്. സോ അതിൽ എന്താണ് ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലെ. സോ ഒരു ഓർഗനൈസേഷണൽ ഡെവലപ്മെന്റ് എങ്ങനെ കൊണ്ടുവരാം, സോ അതിൽ ആ ഒരു പ്ലാനിങ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് എന്തൊക്കെ പ്ലാൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, സ്ട്രാറ്റജി ആൻഡ് പ്ലാനിങ്. സ്ട്രാറ്റജി എന്നൊക്കെ പറയുമ്പോൾ എന്താ, തന്ത്രങ്ങളൊക്കെയാണ് അല്ലെ. നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മാറി പോസിറ്റീവ് ആയിട്ട് ഇങ്ങനെ അതിനെ കൊണ്ടുവരാം. അതുപോലെ തന്നെ കോർ ആയിട്ടുള്ള വാല്യൂസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആ ഒരു നല്ല രീതിയിലുള്ള ഒരു മാനേജ്മെന്റ് അവിടെ കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ സ്ട്രാറ്റജിക് ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് അതെല്ലാം എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളും ഈ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു സ്ട്രാറ്റജിക് പ്ലാനിന്റെ എലമെന്റ്സും മെയിൻ ആയിട്ടുള്ള കോർ വാല്യൂസ് എല്ലാം നമ്മൾ വെച്ചിട്ട് ആ ഒരു ഗോൾസ് ഒക്കെ എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാം എന്നുള്ളതൊക്കെ ഈ ഒരു യൂണിറ്റിൽ എലമെന്റ്സ് ഓഫ് സ്ട്രാറ്റജിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ കൂടുതലായിട്ട്. ഇനി 6th യൂണിറ്റ് ആണ് SWOT അനാലിസിസ്. SWOT എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെട്ട് ആണ്. സോ നമ്മള് മറ്റേ നേരത്തെ ഇതിൽ തന്നെ എൻവയോൺമെന്റൽ അനാലിസിസ് നടത്തുമ്പോൾ തന്നെ നമുക്ക് ഓപ്പർച്യൂണിറ്റിയും സ്ട്രെങ്ത്തും ഒക്കെ നമുക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞു. അപ്പൊ SWOT അനാലിസിസ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ ഈ ഒരു ഓർഗനൈസേഷന്റെ മെയിൻ ആയിട്ടുള്ള സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്താ എന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. സോ അത് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് കുറച്ച് ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ട്. എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ SWOT അനാലിസിസ് നടത്താം എന്നുള്ള രീതിയൊക്കെ ഉണ്ട്. അതെല്ലാം നമുക്ക് ആ യൂണിറ്റിൽ നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ മെഷർ ചെയ്തിട്ട് ഈ ഒരു ഓൾട്ടർനേറ്റീവ് ഫോർമാറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇനി ഇതൊന്ന് മെഷർ ചെയ്യാൻ ഇനി ഓൾട്ടർനേറ്റീവ് വേസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം യൂസ് ചെയ്തിട്ട് മാക്സിമം നമുക്ക് നല്ല രീതിയിലുള്ള ഒരു SWOT അനാലിസിസ് നമ്മൾ നടത്തി നമ്മുടെ സ്ട്രെങ്ത് എന്താ, വീക്ക്നെസ് എന്താ എന്നുള്ളതെല്ലാം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു. അതായത് എൻജിഒന്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും. എന്നിട്ട് ആ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മാച്ച് ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ട് ആ ഒരു സിനർജി അവിടെ ക്രിയേറ്റ് ചെയ്യണം. സിനർജി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഗ്രൂപ്പ് വർക്ക് ആണ് അല്ലെ. അതായത് എല്ലാവരും കൂടി ഒന്നിച്ച് നിന്ന് ആ കമ്പനീനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെയാണ് സിനർജി എന്ന് പറയുന്നത്. സോ നമ്മുടെ സ്ട്രെങ്ത് എന്താ, വീക്ക്നെസ് എന്താന്നൊക്കെ മനസ്സിലാക്കി അത് മാച്ച് ചെയ്യാൻ ശ്രമിക്കണം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താ, നമ്മുടെ സ്ട്രെങ്ത് മാത്രം ഫോക്കസ് ചെയ്യരുത്, വീക്ക്നെസ് മാത്രം ഫോക്കസ് ചെയ്യരുത്. എന്താണെങ്കിലും നമുക്ക് നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും അല്ലെ. സോ അതൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമ്മൾ ശ്രമിക്കണം.
സോ സിനർജി എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഒരു ഗ്രൂപ്പ്, ഒരു ടീം വർക്ക് എന്നുള്ളത് ഒരു ഓർഗനൈസേഷന്റെ സക്സസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. സോ ഒരു സ്പോട്ട് അനാലിസിസ് ആണ് നമ്മൾ ഈ യൂണിറ്റ് 6 മെയിൻ ആയിട്ട് നോക്കുന്നത്. ദെൻ യൂണിറ്റ് 7 എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് മാനേജ്മെന്റ് ആണ്. സോ നല്ല രീതിയിലുള്ള ഒരു മാനേജ്മെന്റ് നമുക്കറിയാം, കൊമേഴ്സ് പഠിച്ച കുട്ടികൾക്കൊക്കെ അറിയാം അല്ലെ, മാനേജ്മെന്റ് അല്ലെ ഇമ്പോർട്ടന്റ് ആണ്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, കൺട്രോളിംഗ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതേപോലെ തന്നെ എൻജിഒയിലും വരുന്നുണ്ട് അതേപോലത്തെ പ്രിൻസിപ്പിൾസ്. പ്ലാനിങ്, ഓർഗനൈസിങ് വേണം അല്ലെ, കാര്യങ്ങൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്യണം, പിന്നെ ഓർഗനൈസ് ചെയ്യണം അല്ലെ, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് ഓർഗനൈസ് ചെയ്യണം. പിന്നെ ഡിലിഗേറ്റിംഗ് വരുന്നുണ്ട്. ഡിലിഗേറ്റിംഗ് എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റീസ് എപ്പോഴും ഒരാൾ മാത്രം ഏറ്റെടുത്താൽ പോരാ, നമ്മൾ അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം അല്ലെ. ഒരാൾ മാത്രം ചെയ്യുമ്പോൾ അതിന്റെ എഫിഷ്യൻസി കുറയും. സോ ഒരുപാട് പേര് ഒരുമിച്ച് നിന്ന് ഡിലിഗേറ്റ് ചെയ്ത് എല്ലാവർക്കും അത് ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്ത് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് ഇംപ്രൂവ് ചെയ്യും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഡിലിഗേറ്റ് ചെയ്താൽ മാത്രം പോരാ, അവരെ നമ്മൾ കൺട്രോൾ ചെയ്ത് കോർഡിനേറ്റ് ചെയ്യാനും കൂടി ശ്രമിക്കണം അല്ലെ. വെറുതെ ഒരു റെസ്പോൺസിബിലിറ്റി, അവർക്ക് ഒരു ഉത്തരവാദിത്തം, ഒരു ജോലി അവർക്ക് ഡിലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ മിണ്ടാതിരുന്നാൽ ശരിയാവില്ല. നമ്മൾ അവരുടെ മേലെ ഒരു കൺട്രോളും കോർഡിനേഷനും ഒക്കെ അവർക്ക് കൊടുക്കണം. സോ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു മാനേജ്മെന്റ് പ്രോസസ്സ്, എൻജിഒന്റെ മാനേജ്മെന്റ് പ്രോസസ്സിൽ വരുന്നത്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കും. പിന്നെ നമ്മുടെ കോമ്പിറ്റൻസിയും കപ്പാസിറ്റി ബിൽഡിംഗ് ഒക്കെ എങ്ങനെ ഇതിലൂടെ നമുക്ക് കൊണ്ടുവരാം എൻജിഒനെ എന്നുള്ളതും ഇതിൽ നോക്കുന്നുണ്ട്. ദെൻ യൂണിറ്റ് 8 എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ആൻഡ് സ്കോപ്പ് ആണ്. അതായത് ഈ ഒരു ബ്ലോക്ക് 3 ആണ് കേട്ടോ. യൂണിറ്റ് 8 ബ്ലോക്ക് 3 വരുന്നത്. സോ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആ ഒരു സ്പോട്ട് അനാലിസിസും നമ്മുടെ ഓപ്പർച്യൂണിറ്റിയും ത്രെഡ്സ് ഒക്കെ കണ്ടുപിടിച്ച് അതൊക്കെ നോക്കുന്നതാണ് ബ്ലോക്ക് 2 നമ്മൾ പറഞ്ഞത്. ഇനി 3 എന്ന് പറയുമ്പോൾ അവിടെ മെയിൻ ആയിട്ട് ഈ കമ്മ്യൂണിക്കേഷൻ ആണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ഇമ്പോർട്ടൻസ് ആൻഡ് സ്കോപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ വരുന്നത്. അതായത് ഹ്യൂമൻ കമ്മ്യൂണിക്കേഷൻ, മനുഷ്യന്മാർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന്റെ ആ ഒരു ഇമ്പോർട്ടൻസ്. മോഡൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് അല്ലെ. ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളതൊക്കെ കാര്യങ്ങളാണ്. അത് ആ ഒരു യൂണിറ്റ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയും. പ്രിൻസിപ്പിൾസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, കമ്മ്യൂണിക്കേഷന് കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതുപോലെ തന്നെ വെർബൽ ആൻഡ് നോൺ വെർബൽ മെസ്സേജ് ഒക്കെ ഉണ്ട് അല്ലെ, നമ്മൾ സംസാരിക്കുന്നതും ആക്ഷനിലൂടെ പറയുന്നതും. പിന്നെ ഫീഡ്ബാക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ ഈ ഒരു എന്തെങ്കിലും നടന്നാൽ അതിൽ നിന്ന് തിരിച്ചു കിട്ടുന്ന ഫീഡ്ബാക്ക് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. അതിലൂടെ നമുക്ക് ഇംപ്രൂവ്മെന്റ്സ് വരുത്താൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഇനി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷന് ഫേസ് ചെയ്യേണ്ടി വരുന്ന ബാരിയേഴ്സ് എന്താണ്, അതൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു യൂണിറ്റ് 8 ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ യൂണിറ്റ് 9 എന്ന് പറയുന്നത് ഇന്റർപേഴ്സണൽ ആൻഡ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ്. സോ നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഇന്റർപേഴ്സണൽ, അതായത് പേഴ്സൺ ടു പേഴ്സൺ അല്ലെ, ഒരാൾ വേറൊരാളോട് സംസാരിക്കുക. അത് എങ്ങനെയാവാം, എംപ്ലോയി എംപ്ലോയർ ആവാം അല്ലെ, അങ്ങനെയുള്ള ഏത് രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആവാം. പിന്നെ ഗ്രൂപ്പ് പറയുമ്പോൾ ഒരാൾ ഒരു ഗ്രൂപ്പിലുള്ള എല്ലാവരോടുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അത് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആവണം. സോ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എൻജിഒയില്, അതൊരു സ്ഥാപനമാണ്, എന്താണെങ്കിലും ഒരു ഓർഗനൈസേഷൻ ആണ് അല്ലെ, അവിടെ പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ വരാം. സോ നമ്മുടെ ലീഡേഴ്സ് അല്ലെ, ടോപ്പ് ലെവലിലുള്ളവര് താഴോട്ടുള്ളവരോടുള്ള പെരുമാറ്റം, അല്ലെങ്കിൽ ഒരേ ലെവലിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പെരുമാറ്റം, അങ്ങനെ പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നമ്മൾ പഠിക്കും. ദെൻ യൂണിറ്റ് 10 എന്ന് പറയുന്നത് IT ആൻഡ് വെബ് ആപ്ലിക്കേഷൻ ആണ്. സോ നമുക്കറിയാം ഇന്ന് AI ആണ് അല്ലെ. സോ ഇന്നത്തെ ടെക്നോളജി എന്ന് പറയുന്നത് അത്രയും അഡ്വാൻസ്ഡ് ആണ്. സോ അതിന്റെ കുറച്ച് ഡെഫിനീഷൻസും ആ ഒരു കമ്പ്യൂട്ടേഴ്സിന്റെ ഹിസ്റ്ററി തൊട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇൻഫോർമേഷൻ ടെക്നോളജി എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, എൻജിഒന്റെ ആ ഒരു നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിന് IT ആപ്ലിക്കേഷൻസ് എങ്ങനെയെല്ലാം കൊണ്ടുവരാം, പിന്നെ റേഡിയോസിലൂടെ എങ്ങനെ യൂസ് ചെയ്യാം, മൊബൈൽ ഫോൺസ് എങ്ങനെ യൂസ് ചെയ്യാം, അതായത് ഇതിലൂടെ എല്ലാം ഇപ്പൊ നമുക്ക് അറിയാലോ, നമ്മുടെ ഫോൺ എടുത്താൽ തന്നെ നമുക്ക് അതിൽ ഒരുപാട് അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ കാണാം. യുനിസെഫ് അങ്ങനെ ഒരുപാട് NGO പോലെയുള്ള സ്ഥാപനങ്ങളുടെ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ കാണാം. സോ അതൊക്കെ ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ ഒരുപാട് പേരിൽ അതൊക്കെ റീച്ച് വരുന്നുണ്ട്. സോ ഈ ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ ഒരുപാട് പേർക്ക് ഈ ഇതിനെ പറ്റിയിട്ടുള്ള അറിവ് കിട്ടുന്നുണ്ട്. സോ ഇതൊക്കെയാണ് IT ആൻഡ് വെബ് ആപ്ലിക്കേഷൻസ് യൂണിറ്റ് 10 ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് 11 എന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് ആണ്. സോ റിപ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലേ, ഇതെല്ലാം ഒന്നും ചെയ്താൽ മാത്രം പോരാ, എവിടെയെങ്കിലും ഒന്ന് റിപ്പോർട്ട് ചെയ്ത് അവതരിപ്പിക്കണം. അതിന് ഒരുപാട് യൂസേഴ്സ് ഉണ്ട്. ഇപ്പോൾ ആ ഒരു കമ്പനിയുടെ തന്നെ ഡയറക്ടേഴ്സോ ഷെയർ ഹോൾഡേഴ്സോ എംപ്ലോയീസോ ആർക്ക് വേണമെങ്കിലും ആ ഒരു റിപ്പോർട്ട് വേണമെന്ന് തോന്നും. അതേപോലെ പുറത്തുനിന്നുള്ളത് എക്സ്റ്റേണൽ ആയിട്ടുള്ള യൂസേഴ്സും ഉണ്ടാവും, ഗവൺമെന്റോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥാപനങ്ങളോ മീഡിയയോ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും. സോ റിപ്പോർട്ടിംഗ് എന്ന് പറയുമ്പോൾ അതിന് കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാൻ. പിന്നെ അതിന് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്, എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം, അതിന്റെ റിപ്പോർട്ടിങ്ങിന്റെ സ്റ്റേജസ് ഒക്കെ ഉണ്ട്. സോ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ലോങ് റിപ്പോർട്ട് എന്തൊക്കെയാണ്, ഷോർട്ട് റിപ്പോർട്ട് എന്തൊക്കെയാണ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിൽ വരുന്നത്. മെയിൻ ആയിട്ട് 3 ബ്ലോക്സ് ആണ്. അതേപോലെ തന്നെ ഓരോ ബ്ലോക്കിലും 4 യൂണിറ്റ് ആണ് ഉള്ളത്. സോ ടോട്ടൽ 11 ചാപ്റ്റേഴ്സ് ഉണ്ട്. എളുപ്പമാണ്, ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ആണ്. NGO എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. സോ എല്ലാവർക്കും ഒരു ഓവറോൾ ആയിട്ടുള്ള ഐഡിയ ഈ സബ്ജക്റ്റിനെ പറ്റി കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് ഇനി ഓരോ യൂണിറ്റ് ആയിട്ടും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഇനി ഓരോ വീഡിയോയും ചെയ്യാം. സോ അതുവരെ എല്ലാവർക്കും താങ്ക് യു.